ഇന്ന് കടയിൽ പോയപ്പോ കുറച്ച് ഉണക്കച്ചെമ്മീൻ കണ്ടുട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു മാങ്ങ ഉണക്കച്ചെമ്മീനും വാങ്ങിച്ചോട്ടോ. എന്തിനാന്നല്ലേ? ചമ്മന്തി അരച്ചു വെക്കാനാ. ചൂടായ പാനിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് ഇങ്ങനെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീനെല്ലാം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുറത്തിലിട്ടിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് നീക്കിയെടുക്കാം. നമ്മുടെ ചെമ്മീന് കൊമ്പും കാലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുക കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചെമ്മീനല്ലല്ലോ നമുക്ക് കിട്ടുക, ഉണങ്ങുന്നത് എവിടെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കഴുകി എടുത്തിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മുടെ ചെമ്മീന്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടേ. ഇത് മാറ്റിക്കാം. ഞാൻ ചെമ്മീൻ ചമ്മന്തി തേങ്ങ ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അതൊന്ന് തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ തേങ്ങേന്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് 2-3 ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ കറിവേപ്പില ഇടുന്നുണ്ടേ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി എനിക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഡ്രൈ ചെയ്ത് ചെമ്മീനില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തിന്റെ കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിന്റെ കൂടെ മാത്രമല്ല, രാവിലെ കഞ്ഞിന്റെ കൂടെ സൂപ്പർ ആട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ പറയാനും ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.